ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ അക്വേറിയസ് സൺ സൈൻ, അക്വേറിയസ് മൂൺ സൈൻ, അക്വേറിയസ് അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവേണ്ട മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എനിക്ക് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എന്ന് വെച്ചാൽ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫോൺ കോൾസ് എടുക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ റെസ്പോണ്ട് ചെയ്തോളാം. അതല്ലാണ്ട് ഇൻസ്റ്റഗ്രാമിലും ഞാൻ കുറേ ആക്റ്റീവാണ്. അവിടെയും എന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെയും എന്നെ മെസ്സേജ് ചെയ്യാം. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടെച്ചാൽ എന്നെ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ട് അവിടെയും ഞാൻ ഡീറ്റെയിൽസ് അയച്ചു തരാം. എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. അപ്പോൾ അതും ചെക്ക് ചെയ്യുക. ലിങ്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാം. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസത്തിൻ്റെ മെസ്സേജസ് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്റ്റംബർ മാസം നമ്മൾക്കിപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി സെപ്റ്റംബർ മാസത്തിൻ്റെ ഓവറോൾ എനർജി? ഹൈ പ്രീസ്റ്റസ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജിയിൽ നൈറ്റ് ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ കറണ്ട് എനർജി സെപ്റ്റംബർ മാസത്തിൻ്റെ കറണ്ട് എനർജി നിങ്ങളുടെ ക്വീൻ ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി, ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങളുടെ ചാലഞ്ച് പൊസിഷനിൽ ഫൂളാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് ഈ മാസം, നിങ്ങളുടെ അഡ്വൈസ് ഈ മാസം മജിഷ്യൻ. നിങ്ങളുടെ ഹിഡൻ ഫാക്ടർ, സർപ്രൈസ് ഫാക്ടറിൽ 7 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ അക്വേറിയസ്, ഇവിടെ ഹൈ പ്രീസ്റ്റസ് ആണ് ഓവറോൾ എനർജി. ഓക്കെ, ഈ മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് പൈസീസ് എനർജിയാണ്. അപ്പോൾ ഈ മാസം കുറേ ഇൻറ്റ്യൂട്ടീവ് എനർജീസ് കാണാണ്ട് നിങ്ങൾക്ക് നല്ല കുറേ ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ കുറേ സ്ട്രോങ് ആയിരിക്കും ഈ മാസം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂസ്ഡ് ആണ് വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഹൈ പ്രീസ്റ്റസ് എന്താണ് ഇവിടെ എനർജി കാണുന്നത്? പേജ് ഓഫ് വാൻസ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയോ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട് ഒരു പേഴ്സണെ കുറിച്ച്. ഇവിടെ ഒരു ഏരീസ്, ലിയോ, സാജിറ്റേറിയസിൻ്റെ എനർജി കാണാണ്ട് ഈ പേഴ്സൻ്റെ കൂടെ പറഞ്ഞാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകണ എനർജി പറഞ്ഞാൽ ഈ പേഴ്സണെ മുമ്പും നിങ്ങൾക്ക് അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചിലവർക്ക് ഇതൊരു പുതിയ പേഴ്സൺ ആയിരിക്കാം. ഇതൊരു സീക്രട്ട് റിലേഷൻഷിപ്പ് ആവാം നിങ്ങളുടെ ഇടയ്ക്ക്. ചിലവർക്ക് എന്തോ ഒരു സീക്രട്ട് റിലേഷൻഷിപ്പ്, ഈ പേഴ്സണെ നിങ്ങൾ ജോലിയുടെ ത്രൂ മീറ്റ് ചെയ്തു, അവിടെ എന്തോ ഒരു സീക്രട്ട് അഫെയർ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ എന്തോ ഒരു സീക്രട്ട് ഫീലിങ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇത് ഒരു സീക്രട്ട് ആയിരിക്കില്ല, പക്ഷെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ സെപ്പറേറ്റഡ് ആണ് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യുമെന്ന് അങ്ങനത്തെ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ആ പേഴ്സൺ നിങ്ങൾക്ക് ഈ മാസം മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ പാസ്റ്റിൽ. അപ്പോൾ നൈറ്റ് ഓഫ് വാൻസ് ആദ്യം ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ മുമ്പേയും സ്റ്റേബിൾ ആയിരുന്നില്ല. അവർ ചില സമയത്ത് മെസ്സേജ് ചെയ്യും, പിന്നെ മെസ്സേജ് ചെയ്യില്ല, പിന്നെ എന്താണ് അറിയില്ല നടക്കണേ അവരുടെ ലൈഫിൽ. സഡൻലി അവർ ആദ്യം തിരിച്ചു വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേബിൾ അല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ പേഴ്സൺ മേ ബി ട്രാവൽ ചെയ്യണ ടൈപ്പ് ഓഫ് പേഴ്സൺ ആവാം. അതുകൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ സ്റ്റേബിലിറ്റി കൊണ്ടുവരാത്തത്. പക്ഷേ ഈ പേഴ്സണിൻ്റെ എനർജി ഞാനിപ്പോൾ കാണുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റിൽ. ഈ പേഴ്സൺ ആദ്യം ഡിസപ്പിയർ ആവണു. ഓക്കെ, അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലിപ്പോൾ ഒരു ഡൗട്ടാണ് എന്താ വേണ്ടതെന്ന്. എന്നുവെച്ചാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഈ പേഴ്സണെ കുറേ എൻകറേജ് ചെയ്യുന്നുണ്ട്, കുറേ എഫേർട്ട് ഇടുന്നുണ്ട്. അവർക്കറിയാം നിങ്ങൾക്ക് ഈ പേഴ്സൺ ഇഷ്ടമാണെന്ന്. പക്ഷെ അവരുടെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ടും ഇല്ല. പറഞ്ഞാൽ എഫേർട്ട് ഉണ്ടായാലും അത് പറഞ്ഞ മാതിരി ഒരു സ്റ്റെബിലിറ്റി ഇല്ല. അപ്പം നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, ഈ പേഴ്സൺ എന്താണ് എക്സാക്ട്ലി വേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ മാസം
ആവുമ്പോഴേക്കും നിങ്ങളൊരു ഫേമായിട്ട് ഒരു ഡിസിഷനാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ നടക്കില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണു. അപ്പോൾ ക്വീൻ ഓഫ് സോർഡ്സ് നിങ്ങൾ ഈ പേഴ്സണോട് ഡയറക്റ്റ്ലി കാര്യങ്ങൾ ചോദിക്കാൻ പോകുന്നുണ്ട്. അത് എന്താ ഈ സിറ്റുവേഷനിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന്. അങ്ങനെ നിങ്ങൾ ചോദിക്കാനുള്ള പ്ലാൻ ഇല്ല വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണെ കട്ട് ഓഫ് ചെയ്യാൻ പോകുന്നുണ്ടാവും. പറഞ്ഞാൽ അവർ തിരിച്ചു വന്നാലും നിങ്ങൾ ഈ പേഴ്സണെ അത്ര എഫേർട്ട് ഇടില്ല മുമ്പത്തെ മാതിരി. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ എനർജിയിൽ കാണുമ്പോൾ നിങ്ങൾ കുറേ ബോർഡായിരിക്കണം. ഈ പേഴ്സൻ്റെ ഒന്നും ഒരു സ്ഥിരത ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും ഈ പേഴ്സൺ കുറേ ടോക്സിക് ആയിട്ടാണ് തോന്നുന്നത്. ഈ പേഴ്സൺ തിരിച്ചു വരാൻ പോകുന്നുണ്ട്, പക്ഷേ അവരുടെ ഇങ്ങനത്തെ ഒരു എനർജി ആയതുകൊണ്ട് പറഞ്ഞാൽ ചില സമയത്ത് കുറേ എഫേർട്ട് ഇടും, പിന്നെ ഒട്ടും നിങ്ങൾക്ക് അറിയില്ല എന്താ നടക്കണമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സണെ കുറച്ചൊരു ഡിസ്റ്റൻസിലാണ് വെക്കണത്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ഫ്യൂച്ചറിൽ വേറെ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൺ കുറേ ഒരു സ്റ്റഡി എനർജിയാണ്, സ്റ്റേബിലിറ്റി കൊണ്ടുവരുന്ന എനർജിയാണ്. പക്ഷേ അപ്പോഴേക്കും പാസ്റ്റ് പേഴ്സണും വരും, പുതിയ പേഴ്സണും ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവണം. എന്നുവെച്ചാൽ നിങ്ങളും കൺഫ്യൂസ്ഡ് ആവും, എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല, ഏത് പേഴ്സണെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ല. ചാരിയറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ചോയ്സ് വരും, രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ചൂസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ഇവിടെ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ വേണ്ടതെന്ന്, പക്ഷേ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഫ്യൂച്ചറിൽ. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം ഫൂൾ എനർജിയാണ്. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് ആണ് ഞാനിവിടെ കാണുന്നത്. പക്ഷേ മുമ്പോട്ട് പോകാൻ പറ്റില്ല, ഒരു ധൈര്യമില്ല മുമ്പോട്ട് പോകാൻ, ഒരു ട്രസ്റ്റ് ഇല്ല നിങ്ങൾക്ക്. ഒരു പുതിയ പേഴ്സൺ വരുമ്പോഴും എപ്പോഴും നിങ്ങൾക്കൊരു സംശയമാണ് അത് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ആക്ച്വലി എന്താണെന്ന്. അതെന്താ വെച്ചാൽ നിങ്ങളുടെ പാസ്റ്റിൽ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ളത്. അപ്പോൾ നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഇവിടെ ഞാൻ കാണുന്നത് നിങ്ങളുടെ മനസ്സിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് ഒരു ഹാപ്പി റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ എല്ലാം വരണ ആൾക്കാരും ഇങ്ങനെ തന്നെ പാസ്റ്റ് പേഴ്സണിൻ്റെ മാതിരി തന്നെ ആവുമെന്ന് നിങ്ങൾക്കത് അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ഹെസിറ്റൻസി ഉണ്ട്, നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല, എന്താ വേണ്ട അറിയില്ല. യൂണിവേഴ്സ് നിങ്ങളോട് മാനിഫെസ്റ്റ് ചെയ്യാനാണ് പറയണത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണ മാതിരി തന്നെയാണ് നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടാവുക. അപ്പോൾ പോസിറ്റീവ് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. മജിഷ്യൻ ഇവിടെ 6 of Wands. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ പാസ്റ്റ് പേഴ്സണെ തന്നെയാണ് തിരിച്ച് മാനിഫെസ്റ്റ് ചെയ്യണത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു റിലേഷൻഷിപ്പാണ്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്. പക്ഷേ സൂക്ഷിക്കുക, എന്ന് വെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, പക്ഷേ അവരുടെ എനർജി ശരിയല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ശരിയായി ഒരു ഹാപ്പി റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ഒരു പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യരുത്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല ഈ ഫ്യൂച്ചർ നിങ്ങളുടെ പാർട്ട്ണർ ആരായിരിക്കും എന്ന്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണത് ഒരു റിലേഷൻഷിപ്പാണ് വെച്ചാൽ, ഒരു ഹാപ്പി റിലേഷൻഷിപ്പാണ് വെച്ചാൽ അതുണ്ടാവും, പക്ഷേ സൂക്ഷിച്ചിട്ട് വേണം മാനിഫെസ്റ്റ് ചെയ്യുക. 4 of Pentacles. ഓക്കെ, എവിടെയോ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്, പക്ഷെ നിങ്ങൾ കുറേ റിസർവ്ഡ് ആയിട്ടാണ് ഇരിക്കണത്. ഹിഡൻ ഫാക്ടറിൽ 7 of Pentacles ആണ് ഞാൻ കാണുന്നത്. 7 of Pentacles ഒരു വെയിറ്റിംഗ് എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് പറയണത്. എന്തോ ഒരു സൈക്കിൾ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആവണു, ഒരു ചാപ്റ്റർ നിങ്ങളുടെ ലൈഫിൽ കംപ്ലീറ്റ് ആവണു, ക്ലോസ് ആവണു. നിങ്ങളോട് യൂണിവേഴ്സ് മുമ്പോട്ട് പോകാനാണ് പറയണത്. ഓൾറെഡി ഇത് ഉണ്ടായിട്ടുണ്ടാവും, ഓൾറെഡി നിങ്ങൾ ആ പുതിയ ബിഗിനിങ്ങിലേക്ക് പോകാൻ റെഡി ആയിട്ടാണ് ഇരിക്കണത്. എന്നുവെച്ചാൽ ഈ മാസം ഞാൻ പറഞ്ഞ മാതിരി നിങ്ങളൊരു ഫേമായിട്ട് ഡിസിഷനാണ് എടുക്കണേ. ഒരു പാസ്റ്റ് പേഴ്സണെ നിങ്ങൾ കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യണു. അതുകൊണ്ട് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ ആ ഡിസിഷൻ എടുത്തുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ബിഗിനിങ് വരാൻ പോകുന്നുണ്ട്. പക്ഷേ എവിടെയോ നിങ്ങളുടെ മനസ്സിലൊരു പേടി, അത് ഞാൻ ചെയ്തത് ശരിയാണോ, ഇപ്പോൾ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വന്നാൽ ഞാൻ എന്താ ചെയ്യണ്ടേ, പുതിയ പേഴ്സണും പാസ്റ്റ് പേഴ്സൺ മാതിരി ആയിരിക്കുമോ. അപ്പോൾ അങ്ങനത്തെ കുറേ പേടിയുണ്ട് നിങ്ങളുടെ മനസ്സിൽ. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഗെറ്റ് റെഡി. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിലൊരു പുതിയ പേഴ്സൺ വരാൻ റെഡി ആയിരിക്കണു.
നിങ്ങൾ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട, നിങ്ങളുടെ ലൈഫ് ജീവിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, കരിയറിൽ ഫോക്കസ് ചെയ്യുക. ഞാനിവിടെ കാണുന്നത് കുറേ കരിയറിൽ അബണ്ടൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ പേഴ്സൺ 2 ആൾക്കാരെ കാണാണ്ട്. ഇവിടെ ഒരു വാട്ടർ സൈൻ ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. ഇവിടെ ഒരു ഫയർ സൈൻ ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇവിടെ നിങ്ങളുണ്ട്, അക്വേറിയസ് എനർജി. അപ്പോൾ യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ ഇവിടെ ചില ചാലഞ്ചസ് ഉണ്ടാവും. പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരും, അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു പുതിയ പേഴ്സണും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ചോയ്സ് എടുക്കാണ്ട് ഏത് പേഴ്സണിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ വേണ്ടതെന്ന്. അപ്പോൾ എന്താണ് ഇവിടെ നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ്? അപ്പോൾ പാസ്റ്റ് പേഴ്സൻ്റെ എനർജിയിൽ ഞാനൊരു ഫയർ സൈനാണ് കാണുന്നത്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. പുതിയ പേഴ്സൻ്റെ എനർജിയിൽ ഒരു വാട്ടർ സൈനാണ്, അതല്ലാണ്ട് ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോണും ആവാം. ഓക്കെ, അപ്പോൾ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ പേഴ്സൻ്റെ എനർജി. പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് ടൈമിങ്ങിലാണ് എല്ലാം ശരിയാവുക. സക്സസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ മാസം കുറേ സക്സസ്ഫുള്ളാണ് എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇതാണ് അക്വേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ ബുക്ക് ചെയ്യുക. എൻ്റെ കോൺടാക്റ്റ് നമ്പർ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ്, പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസൊക്കെ അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.